ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ഘോഷയാത്ര ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ശംഖുമുഖത്താണ് ആചാരപരമായ ആറാട്ട് നടക്കുക. ക്ഷേത്ര സ്ഥാനീയനായ തിരുവിതാംകൂർ രാജപ്രതിനിധി ഉടവാളുമായി ആറാട്ട് ഘോഷയാത്രയെ അകമ്പടി സേവിക്കുകയാണ്. അവിടുന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. MS വീണയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. വീണ, ഇപ്പോൾ ആറാട്ട് ഘോഷയാത്ര ശംഖുമുഖത്തെ ലക്ഷ്യം വെച്ച് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ എവിടെ എത്തിയിരിക്കുകയാണ് ഘോഷയാത്ര? നിർഭരമായിട്ടുള്ള ചടങ്ങുകൾക്കാണ് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൈങ്കുനി മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഉത്സവത്തിന്റെ അവസാന ദിവസത്തിലാണ് ആറാട്ട് ചടങ്ങ് നടക്കുന്നത്. ആറാട്ട് അല്പസമയങ്ങൾക്ക് മുമ്പാണ് ആറാട്ട് ഘോഷയാത്ര പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് പുറപ്പെട്ടത്. ഇപ്പോൾ വള്ളക്കടവിലേക്ക് എത്തി നിൽക്കുകയാണ്. ആചാരപരമായി എല്ലാ വർഷവും നടക്കുന്ന ചടങ്ങുകൾ നമുക്കറിയാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 2 ഉത്സവങ്ങളാണ് പ്രധാനമായും വർഷത്തിൽ നടക്കുന്നത്. ഒന്ന് അൽപ്പശി ഉത്സവമാണ്, അത് തുലാമാസത്തിലാണ്. രണ്ടാമത്തേത് പൈങ്കുനി ഉത്സവമാണ്, അത് മീനമാസത്തിലാണ് നടക്കുന്നത്. മീനമാസത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണിത്. 24-ാം തീയതി, കഴിഞ്ഞ മാസം 24-ാം തീയതി ആരംഭിച്ച ഉത്സവമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ആറാട്ട് ചടങ്ങ്. കുതിരപ്പട, അതുപോലെ തന്നെ വാദ്യമേള ഘോഷയാത്ര അകമ്പടിയോടുകൂടിയാണ് ഈ ഒരു ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പത്മനാഭസ്വാമിയുടെ ആറാട്ട് ശംഖുമുഖത്തെ ആറാട്ട് കടവിലാണ് നടക്കുന്നത്. ആറാട്ട് കടവ് ഇതുമായി ബന്ധപ്പെട്ട് വർഷത്തിൽ 2 തവണയാണ് തിരുവനന്തപുരം എയർപോർട്ട് അടച്ചിടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഈ അൽപ്പശിക്കും അതുപോലെ തന്നെ പൈങ്കുനിക്കും നടക്കുന്ന ആറാട്ട് ചടങ്ങുകളിലാണ് എയർപോർട്ട് അടച്ചിടുന്നത്. ഇന്ന് 5 മണിക്കൂറാണ് എയർപോർട്ട് അടച്ചിട്ടിരിക്കുന്നത്. വൈകിട്ട് 4 മണി മുതൽ രാത്രി 9 മണി വരെയാണ് അടച്ചിടുന്നത്. ഈ ആറാട്ടിൻ്റെ ഘോഷയാത്ര കടന്നു പോകുന്നത് എയർപോർട്ടിനകത്ത് കൂടിയാണ്. എയർപോർട്ടിനകത്ത് വിഗ്രഹങ്ങൾ അവിടെ വെച്ച് പൂജ നടത്തുന്ന ചടങ്ങ് കൂടിയുണ്ട്. നരസിംഹമൂർത്തിയുടെ അതുപോലെ തന്നെ ഗരുഡ വാഹനത്തിലാണ് പത്മനാഭ സ്വാമി എഴുന്നള്ളുന്നത്. സ്വർണ്ണ ഗരുഡ വാഹനത്തിലാണ് ആറാട്ടിനായി പത്മനാഭസ്വാമി എഴുന്നള്ളത് എന്നുള്ളതാണ്. നരസിംഹമൂർത്തിയും അതുപോലെ തന്നെ തിരുവമ്പാടി ശ്രീകൃഷ്ണ സ്വാമിയും എന്നീ വിഗ്രഹങ്ങളും ഭഗവാനെ അനുഗമിക്കുന്നുണ്ട്. കൂടാതെ തന്നെ മറ്റ് 4 ക്ഷേത്രങ്ങളിലുള്ള ആറാട്ട് വിഗ്രഹങ്ങളും ഇതിനോടുകൂടി അനുഗമിക്കുന്നുണ്ട്. പത്മനാഭസ്വാമിയുടെ ആറാട്ട് കാണാൻ തലസ്ഥാനവാസികളടക്കം കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കടന്നു വരുന്ന നിരത്തുകളിലൊക്കെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നാരായണ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് നിൽക്കുന്ന ഭക്തരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്തെ മാത്രം കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ വേറൊരിടത്തും നടക്കാത്ത ഒരു ചടങ്ങ് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഭഗവാന്റെ ആറാട്ടിനായി എയർപോർട്ട് വരെ അടച്ചിട്ടുകൊണ്ടുള്ള ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കുതിരപ്പടയാണ് മുന്നിൽ വരുന്നത്. വാളയെത്തിക്കൊണ്ട് തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആചാരപരമായ ചടങ്ങുകളുടെ ഭാഗമായി തന്നെയാണ് ഈ ഒരു ഘോഷയാത്ര എത്തിക്കൊണ്ടിരിക്കുന്നത്. 5 മണിക്കാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് ഈ ആറാട്ടിനായിട്ടുള്ള ഘോഷയാത്ര പുറപ്പെട്ടിരിക്കുന്നത്. ഉടവാൾ എഴുതിക്കൊണ്ട് കൊട്ടാരം പ്രതിനിധികൾ, അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ഒപ്പം തന്നെ കവടിയാർ രാജകുടുംബാംഗം നമുക്ക് ആദിത്യവർമ്മയെ അടക്കം ദൃശ്യങ്ങളിൽ കാണാമെന്നുള്ളതാണ്. നിരവധി ഭക്തരുണ്ട്. ഒപ്പം തന്നെ ആചാരപരമായി വർഷങ്ങളായി നടക്കുന്ന ചടങ്ങ് കൂടിയാണ്. തിരുവനന്തപുരത്തിൻ്റെ നഗരത്തിനും പൗരാണികമായും ഏറെ പ്രാധാന്യമുള്ള, സാംസ്കാരികമായും ഏറെ പ്രാധാന്യമായിട്ടുള്ള ചടങ്ങ് തന്നെയാണ് നടക്കുന്നത്. നമുക്കറിയാം, സർക്കാർ ഉദ്യോഗസ്ഥരടക്കം ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പോലീസ് ഉദ്യോഗസ്ഥരടക്കമുണ്ട്. ചെരുപ്പുകളൊക്കെ ഊരി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിനായിട്ടുള്ള നിമിഷങ്ങൾക്കായിട്ടാണ്, ആ ചടങ്ങുകൾക്കായിട്ടാണ് കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഭഗവാന്റെ വിഗ്രഹം കടന്നു വരുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഭക്തനിർഭരമായിട്ടുള്ള ചടങ്ങുകൾക്കാണ് അനന്തപുരി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ആറാട്ട് കടവിലേക്ക്, ശംഖുമുഖത്തെ ആറാട്ട് കടവിലേക്ക് എത്തുന്നതായിരിക്കും. അവിടെയാണ് ആറാട്ട് ചടങ്ങ് നടക്കുക. ആറാട്ട് കടവിൽ ഭക്തിനിർഭരമായ ആചാരപരമായിട്ടുള്ള ചടങ്ങ് തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. 10 ദിവസം നീണ്ടുനിന്ന പൈങ്കുനി ഉത്സവത്തിലും ഭക്തജന തിരക്ക് അത്യപൂർവമായി തന്നെയാണ് ക്ഷേത്ര പരിസരത്തും അനുഭവപ്പെട്ടത്. ഇപ്പോൾ 5 മണിക്ക് പുറപ്പെട്ട ഈ ആറാട്ട് ഘോഷയാത്രയിലും പൈങ്കുനി മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള ആറാട്ട് ഘോഷയാത്രയിലും നിരവധി ഭക്തരാണ് അണിനിരക്കുന്നത്. പഞ്ചവാദ്യ മേളങ്ങളോടുകൂടിയാണ് ഭഗവാനെ ആറാട്ടിനായി എഴുന്നള്ളിക്കുന്നത്. ഇനി ആറാട്ട് ചടങ്ങ് കഴിഞ്ഞ് തിരിച്ച് പടിക്കലെത്തി, ആറാട്ട് കടവ് പടിക്കലെത്തി മറ്റു പൂജകൾക്ക് ശേഷമാണ് ഭഗവാനും അതുപോലെ തന്നെ മറ്റു മൂർത്തികളും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. 9 മണിയോട് കൂടിയായിരിക്കും
ഈ ഒരു ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കുന്നത്. ഈ ചടങ്ങ് പൂർത്തിയായതിനു ശേഷം മറ്റു പൂജാക്രമങ്ങൾക്കും ശേഷമായിരിക്കും 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ഭക്തി നിർഭരമായിട്ടുള്ള കൊടിയിറക്കം നടക്കുക എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന വർഷത്തിൽ 2 തവണ നടക്കുന്ന പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത്. കൈകൂപ്പി നിൽക്കുന്ന ഭക്തരെ കാണാം, കുഞ്ഞുങ്ങളെ കാണാം, അമ്മമാരെ കാണാം. ഭഗവാനെ കാണുന്നതിന് ഭക്തി ആദരവപൂർവ്വം കാത്തു നിൽക്കുന്ന ഭക്തരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാരായണ മന്ത്ര മുഖരിതമാണ് തലസ്ഥാനം. രാഖി പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള ആറാട്ട് ഘോഷയാത്രയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ഘോഷയാത്രയാണ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് ആരംഭിച്ചത്. ശംഖുമുഖത്താണ് ആചാരപരമായ ആറാട്ട് നടക്കുക. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അനന്തപുരി കാത്തിരുന്ന നിമിഷമാണ് ഇത്. നിരവധി ഭക്തരാണ് ഈ നിമിഷത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്നത്. ആ നിമിഷം ദർശിക്കാൻ വേണ്ടി വലിയൊരു ഭക്തജന പ്രവാഹവും ഉണ്ട് എന്നുള്ളതാണ്. ആചാരപരമായ ആറാട്ടാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ശംഖുമുഖത്തെ ആറാട്ട് കടവിൽ നടക്കുക. ക്ഷേത്രസ്ഥാനീയനായ തിരുവിതാംകൂർ രാജപ്രതിനിധി ഉടവാളുമേന്തി ആറാട്ട് ഘോഷയാത്രയെ അകമ്പടി സേവിക്കുന്നുമുണ്ട്. 10 ദിവസത്തെ ഉത്സവമാണ്. ആ ഉത്സവത്തിനാണ് ഇന്ന് ആറാട്ടോടുകൂടി സമാപനം ആവുക. ശംഖുമുഖം കടലിൽ നടത്തുന്ന ആറാട്ടോടുകൂടിയാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് സമാപനം ആകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ പള്ളിവേട്ട നടത്തുന്നത്. ഇതിനെ തുടർന്ന് ഇന്ന് ആറാട്ടാണ്. വീണയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. വീണ, അല്പസമയത്തിനുള്ളിൽ ശംഖുമുഖത്തെ ആറാട്ട് കടവിൽ ആറാട്ട് നടക്കും. നമുക്കറിയാം, അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം ഇത് കാത്തിരുന്ന ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സംഭവിക്കുന്ന നിമിഷമാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. നിരവധി ഭക്തരാണ് റോഡിന്റെ ഇരുവശങ്ങളിലും ഈ നിമിഷത്തെ ഒന്ന് ദർശിക്കാനായി കാത്തു നിൽക്കുന്നത്. രണ്ടാം ഉത്സവം നടക്കുന്നത്. ആ രണ്ടാമത്തെ ഭക്തി നിർഭരമായിട്ടുള്ള കാഴ്ചകൾ തലസ്ഥാനത്തുള്ളതാണ്. ചടങ്ങിൽ പങ്കെടുക്കാനായി കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആചാരപരമായി വർഷങ്ങളായി, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഇത് ആറാട്ട് ചടങ്ങിനായിട്ട് അല്പസമയങ്ങൾക്ക് മുമ്പാണ് ക്ഷേത്രത്തിൽ നിന്ന് ആറാട്ട് ഘോഷയാത്ര പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നാട്ടിൽ നിന്ന് പുറപ്പെട്ടത്. ഇപ്പോൾ വളരെ തിരിഞ്ഞിരിക്കുകയാണ്, ഇഞ്ചക്കൽ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഘോഷയാത്ര. നിരവധി ഭക്തരും ഈ ഒരു ആറാട്ട് ഘോഷയാത്രയെ അനുഗമിക്കുന്നുണ്ട്. ഭഗവാൻ കടന്നു പോകുന്ന വഴികളിലൊക്കെ പതുക്കെയിട്ട് നിലവിളക്ക് കത്തിച്ചു വെച്ച് അതിൽ ഭഗവാനെ സ്വീകരിക്കുന്ന, ഭഗവാന് ഭക്തി നിർഭര സമർപ്പണം കൂടി നടത്തും. ജനങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കടന്നു പോകുന്ന വഴികളിലും നമുക്ക് അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഭഗവാന്റെ ഈ ഒരു ആറാട്ട് അത് വർഷത്തിൽ 2 തവണയാണ് നടക്കുന്നതെങ്കിൽ പോലും ഓരോ തവണ നടക്കുമ്പോൾ പോലും 6 മാസം കഴിഞ്ഞ് അടുത്ത 6 മാസം മുതൽ ഭക്തർ കാത്തിരിക്കുകയും തലസ്ഥാനവാസികൾ കാത്തിരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി ഭക്തരാണ് ദിവസവും ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നത്. ഈ ഉത്സവ സമയത്ത് നമുക്ക് വലിയ തരത്തിലുള്ള തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ കാണാൻ സാധിച്ചത്. 10ാം നാളായ ഇന്ന് ദർശനത്തിനായി നിരവധി പേരാണ് ക്ഷേത്രത്തിൽ എത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന പള്ളിവേട്ട ചടങ്ങിലും നിരവധി ഭക്തർ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു ആറാട്ട് ചടങ്ങിലും വഴികളിൽ കാത്തു നിൽക്കുന്ന ധാരാളം ഭക്തരായിട്ടുള്ള ഭക്തരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ക്ഷേത്രത്തിൽ കാണാൻ കഴിയാത്ത കാഴ്ച കൂടിയാണിത്. ഒരു ദേശത്തിന്റെ, ഒരു സംസ്കാരത്തിന്റെ, ഒരു പാരമ്പര്യത്തിന്റെ അടയാളം കൂടിയാണ് ഈ ആറാട്ട് ചടങ്ങ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പത്മനാഭസ്വാമിയുടെ ആറാട്ട് നടക്കുന്നത് ശംഖുമുഖം ആറാട്ട് കടവിലാണ്. ഇതാണ് മുസ്ലിം തന്നെ ആറാട്ട് കടവിൽ എത്തിച്ചേരുന്നതായിരിക്കും. അവിടെ ഭക്തിപൂർവ്വമായിരിക്കും ഈ ഒരു ചടങ്ങ് നടക്കുന്നത്. ആറാട്ടിന് ശേഷം തിരിച്ച് എഴുന്നള്ളിച്ചുള്ള ആറാട്ട് കടവ് മണ്ഡപത്തിൽ ഭഗവാനെ വെച്ച് പൂജകളും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്.
പൂജാകർമ്മങ്ങൾ നടന്നതിന് ശേഷമാണ് തിരിച്ച് എയർപോർട്ട് വഴി തന്നെയാണ് തിരുവനന്തപുരം എയർപോർട്ട് വഴി തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നത്. 5 മണിക്കൂറോളമാണ് വിമാന സർവീസുകൾ നിർത്തിവെക്കുന്നത് എന്നുള്ള അപൂർവപൂർവമായ ഒരു പ്രത്യേകത കൂടി ഈ ഒരു ചടങ്ങിലുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും തലസ്ഥാനം ഒരു ആറാട്ട് ചടങ്ങിന്റെ 10 നിമിഷങ്ങൾക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ഘോഷയാത്രയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്നാണ് ആറാട്ട് ഘോഷയാത്ര ആരംഭിച്ചത്. ശംഖുമുഖത്തെ ആറാട്ട് കടവിലാണ് ഭക്തർ ഏറെ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്ന ആറാട്ട് നടക്കുക. ക്ഷേത്രസ്ഥാനീയനായ തിരുവിതാംകൂർ രാജപ്രതിനിധി ഉടവാളുമേന്തിയാണ് ആറാട്ട് ഘോഷയാത്രയെ അകമ്പടി സേവിക്കുന്നത്. നമുക്കറിയാം ഏറെ പ്രത്യേകതകളുള്ള ആറാട്ടാണ്. വർഷത്തിൽ 2 തവണയാണ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം അടച്ചിടുക. ആ ഒരു ദിവസമാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. 4:45 മുതൽ വൈകിട്ട് 4:45 മുതൽ രാത്രി 9 മണി വരെ വിമാന സർവീസുകൾ നിർത്തിവച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.